Hi students, welcome to Concept Angle. Okay, so നിങ്ങളുടെ ഫിസിക്സ് എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ? ടേം 1 ഫിസിക്സ് എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്താലോ? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? An electric dipole placed in a non-uniform electric field will experience only a force, only a torque, both force and torque, neither force nor torque. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഫീൽഡിലാണ് ഒരു ഡൈപോൾ ഉണ്ട് അല്ലേ? ഒരു ഡൈപോൾ എന്താണ്? ഒരു -q ചാർജ്, ഒരു +q ചാർജ്. ഈ ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഇതിൽ ഓരോ ചാർജിനും ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും ഫോഴ്സ്? എഫ് എന്ന് പറയുന്നത് QE ആണ്, ഇവിടെയോ QE ആണ്. സോ ഈ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ? ഒന്ന് റൈറ്റ് ഡയറക്ഷനിൽ, ഒന്ന് ലെഫ്റ്റ് ഡയറക്ഷനിൽ. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോഴ്സും ക്യാൻസൽ ആയിട്ട് എന്താ സംഭവിക്കുക? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഏത് കേസിലാണ്? ഒരു യൂണിഫോം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചുള്ള കേസിൽ. ഓൾവേസ്ലി ടോർക്ക് ഉണ്ടായിരിക്കും അല്ലേ? രണ്ട് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ടോർക്ക് ഉണ്ടായിരിക്കും. സോ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ചാർജ് വെച്ചേക്കുന്നെങ്കിൽ അതിന് ഫോഴ്സ് ഉണ്ടാവില്ല, ടോർക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ എന്താ സംഭവിക്കുക? ഇവിടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കത്തില്ല ഈ ഏരിയയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുവാണ്. സോ എനിക്ക് പറയാം ഈ ഫോഴ്സ് എന്താ? QE1 ആയിരിക്കും, ഇവിടെ QE2 ആയിരിക്കും അല്ലേ? കാരണം ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് അപ്പോൾ ഫോഴ്സും ചേഞ്ച് ചെയ്ത്. അതിനർത്ഥം എന്താ? ഈ രണ്ട് ഫോഴ്സ് ക്യാൻസലായി പോകത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റും? ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഒരു ഡൈപോൾ ഇരിക്കുന്നെങ്കിൽ നെറ്റ് ഫോഴ്സും ഉണ്ടായിരിക്കും, നെറ്റ് ടോർക്കും ഉണ്ടായിരിക്കും. സോ എന്താ ആൻസർ? ബോത്ത് ഫോഴ്സ് ആൻഡ് ടോർക്ക്. ഓക്കെ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലെറ്റ് N1 be the number of electric field lines going out of an imaginary cube of side A that encloses an isolated point charge 2q, and N2 be the corresponding number of an imaginary sphere of radius A that encloses an isolated point charge 3q, then N1 by N2. സോ ഇവരെന്താ പറയുന്നത്? ഒരു ക്യൂബ് ഉണ്ട്. ഓക്കെ, ഒരു ക്യൂബ് ഉണ്ട്, അതിനകത്തൊരു ചാർജ് ഉണ്ട്. എന്താ ചാർജ്? 2q ആണ് ചാർജ്. സോ ഇതിൽ വരുന്ന നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് എത്ര? നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്നത് N1 ആണ്. വേറെ ഒരു സ്ക്വയർ ഉണ്ട്, സോറി, എന്താ പറയുക നോക്കട്ടെ, ഒരു സ്പിയർ ഉണ്ട്. സ്പിയറിൻ്റെ റേഡിയസ് A ആണ്. ഇതിൻ്റെ ഇൻസൈഡിലെ ചാർജ് എത്ര? 3q ആണ്. നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് കമ്മിങ് ഔട്ട് എത്ര? N2 ആണ്. ഇവർ ചോദിച്ചേക്കുന്ന N1ഉം N2ഉം തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് N1 by N2 ആണ് കാണേണ്ടത്. ഓക്കെ, നമ്മൾ ഗോസ് ലോയിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്ലക്സ് ലൈൻസ് കമ്മിങ് ഔട്ട് എന്ന് പറയുന്നത് Q/ε0 ആണ് അല്ലേ? ഫ്ലക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q ആണ്. ε0 എന്താ? ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഒരു ക്ലോസ്ഡ് സർഫസിൽ നിന്ന് നമ്പർ ഓഫ് ലൈൻസ് കമ്മിങ് ഔട്ട്, പുറത്തു വരുന്ന നമ്പർ ഓഫ് ലൈൻസ്, ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q ആയിരിക്കും. സോ N1 by N2 ഈക്വൽ ടു Q1 by Q2 ആയിരിക്കും അല്ലേ? Q എന്താ? Q1 എന്ന് പറയുന്നത് 2q ആണ്, N2 എന്ന് പറയുന്നത് 3q ആണ്. സോ QQ ക്യാൻസൽ. ആൻസർ എന്താ? 2/3. സോ B is the correct answer. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സർക്യൂട്ട് ഉണ്ട്, P not equal to QR ആണ്. ദ റീഡിംഗ് ഓഫ് ദ ഗാൽവനോമീറ്റർ ഇസ് സെയിം വെൻ സ്വിച്ച് ഓപ്പൺ ആൻഡ് സ്വിച്ച് ക്ലോസ്ഡ്. സോ ഇതാണ് നമ്മുടെ സ്വിച്ച് അല്ലേ? ഈ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പോഴും സ്വിച്ച് ക്ലോസ് ആയിരിക്കുമ്പോഴും ഈ ഗാൽവനോമീറ്ററിൻ്റെ റീഡിങ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കിയേ, നമുക്കറിയാം ഈ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുമ്പം ഒബ്വിയസ്ലി ഇതിലുള്ള കറണ്ട് പാസ് ചെയ്യത്തില്ല. സ്വിച്ച് ക്ലോസ് ആയിരിക്കുമ്പോഴും ഇതിലേക്കൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. സോ അതിനർത്ഥം എന്താണ്? ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബാലൻസ് ആണ്. സോ അപ്പോൾ എന്ത് പറ്റും? ഈ കറണ്ട് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുക? കറണ്ട് അത് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പോവും, പിയിൽ കൂടെ പോവും, ക്യൂവിൽ കൂടെ പോവും. ഈ പിന്നെന്ത് ചെയ്യും? കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത കറണ്ട് എന്ത് വരും? ആറിൽ കൂടെ പോവും, ഗാൽവനോമീറ്ററിൽ കൂടെ പോവും. ഈ ലൈനിൽ കൂടെ അല്ലെങ്കിൽ ഇതിലെ കൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. കാരണം എന്താ? ബ്രിഡ്ജ് ബാലൻസ് ആണ്. സോ അപ്പോൾ എന്ത് പറ്റും? ഈ പിയിലുള്ള കറണ്ട് ആയിരിക്കും ക്യൂയിലുള്ള കറണ്ട്. അതുപോലെ തന്നെ ആറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കും ജി കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പം
ഇതിലേതാ കറക്റ്റ്? ഐ ക്യൂ ഇസിക്കൽ ടു ഐ ആർ അല്ല, ഐ ആർ ഇസിക്കൽ ടു ഐ ജി. ഓക്കെ, ഈ ബി ആണ് ആൻസർ. കാരണം എന്താ, ഇത് ഒരു ബാലൻസ് ബ്രിഡ്ജാണ്. സോ ഈ സ്വിച്ചിൽ കൂടെ ഒരിക്കലും ഒരു കറണ്ട് പാസ് ചെയ്യത്തില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 wires A and B of same material having length in the ratio 1:2 and diameter in the ratio 2:3 are connected in series with a battery. The ratio of potential difference VA by VB across the 2 wires. ഓക്കെ, 2 വയർ ഉണ്ട് എ ആൻഡ് ബി അല്ലേ. അതിൻ്റെ ലെങ്തിൻ്റെ റേഷ്യോ എത്ര? അതായത് എൽ എ ബൈ എൽ ബി എന്താ? എൽ എ ബൈ എൽ ബി എന്ന് പറയുന്നത് 1/2 ആണ്. പിന്നെന്താ പറയുക? ഡയമീറ്ററിൻ്റെ റേഷ്യോ, അതായത് D1/D2 റേഷ്യോ എത്ര? 2/3. ഡയമീറ്ററിൻ്റെ റേഷ്യോ 2/3 ആകുമ്പം റേഡിയസിൻ്റെ റേഷ്യോ 2/3 ആണ്. സോ എനിക്ക് RA/RB റേഷ്യോ എന്ന് പറയുന്നത് 2/3 ആണ്. ഓക്കെ, സോ ഈ 2 വയറിനെ ഞാൻ എടുത്തൊരു ബാറ്ററിക്ക് അക്രോസ് കണക്ട് ചെയ്യുക. സോ ഇത് എ വയർ, ഇത് ബി വയർ, ഇത് രണ്ടും കൂടെ ഒരു ബാറ്ററിക്ക് അക്രോസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇത് എ, ഇത് ബി. ഒരു കറണ്ട് എന്തായാലും ഒഴുകുമല്ലോ, കറണ്ട് എന്തായാലും ഫ്ലോ ചെയ്യും. എന്താ കണ്ടുപിടിക്കേണ്ടത്? വി എ ബൈ വി ബി ആണ് എനിക്ക് കാണേണ്ടത്. വി എ ബൈ വി ബി. വി എ എന്തായിരിക്കും? വി എ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ എ ആയിരിക്കും അല്ലേ, റെസിസ്റ്റൻസ് ഓഫ് ദ വയർ എ. വി ബി ഈക്വൽ ടു എന്താണ്? വി ബി ഈക്വൽ ടു ഐ ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ബി. ഓക്കെ, സോ അങ്ങനെ ആകുമ്പം വി എ ബൈ വി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ എ ബൈ ആർ ബി ആണ്. റെസിസ്റ്റൻസ് ഓഫ് എ ബൈ റെസിസ്റ്റൻസ് ഓഫ് ബി. റെസിസ്റ്റൻസ് ഓഫ് എ എന്താ? റോ ഇൻറ്റു എൽ എ ബൈ ഏരിയ ഓഫ് എ അല്ലേ, ബൈ റെസിസ്റ്റൻസ് ഓഫ് ബി എന്താ? റോ ഇൻറ്റു എൽ ബി ബൈ ഏരിയ ഓഫ് ബി. ഈ റോ ക്യാൻസൽ ആവും, കാരണം എന്താ? സെയിം മെറ്റീരിയലാണ്. സോ നമുക്ക് വി എ ബൈ വി ബി എന്ത് കിട്ടും? എൽ എ ബൈ എൽ ബി ഇൻറ്റു ഏരിയ ഓഫ് ബി ബൈ ഏരിയ ഓഫ് എ. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ? എൽ എ ബൈ എൽ ബി അറിയാം 1/2. ഏരിയ ഓഫ് ബി ബൈ ഏരിയ ഓഫ് എ കാണണം. സോ നമുക്കറിയാം ഏരിയ എന്താ? പൈ ആർ സ്ക്വയർ അല്ലേ. സോ എ ബി ബൈ എ എന്താ? പൈ ഇൻറ്റു ആർ ബി സ്ക്വയർ ബൈ പൈ ഇൻറ്റു ആർ എ സ്ക്വയർ. പൈ ക്യാൻസൽ. സോ എ ബി ബൈ എ എന്താ? എ ബി ബൈ എ ആർ ബി സ്ക്വയർ ബൈ ആർ എ സ്ക്വയർ. ഓക്കെ, സോ ആർ ബി സ്ക്വയർ ബൈ ആർ എ സ്ക്വയർ. നമുക്കറിയാം ആർ എ ബൈ ആർ ബി എന്ന് പറയുന്നത് 2/3 ആണ്. സോ ആർ ബി സ്ക്വയർ ബൈ ആർ എ സ്ക്വയർ എന്ന് പറയുമ്പം 3/2 ദ ഹോൾ സ്ക്വയർ. സോ എങ്ങനെ മാറും? ഈക്വേഷൻ എങ്ങനെ മാറും? എൽ എ ബൈ എൽ ബി 1/2 ഇൻറ്റു 3/2 ദ ഹോൾ സ്ക്വയർ, അതായത് 9/8 കിട്ടും. സോ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. ഓക്കെ, സോ ഇന്ന് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? ഓക്കെ, 2 മൂവിങ് കോയിൽ ഗാലനോമീറ്റേഴ്സ് ഉണ്ടല്ലേ, 2 മൂവിങ് കോയിൽ ഗാലനോമീറ്റേഴ്സ് ഉണ്ട്. ഹാവിങ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റെസ്പെക്റ്റീവ്ലി. എന്താ പറയുക? N1, A1, B1, അതായത് ടേൺസ്, ഏരിയ, മാഗ്നറ്റിക് ഫീൽഡ്. ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇസ് സെയിം ഫോർ ബോത്ത് ദ ഗാലനോമീറ്റേഴ്സ്. അതിന് രണ്ടിൻ്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് സെയിം ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ റേഷ്യോ ഓഫ് കറണ്ട് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റിയാണ് കാണേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഡിഫ്ലക്ഷൻ എന്താ? NBA ഇൻറ്റു I ബൈ K ആണല്ലേ. ഒരു ഗാലനോമീറ്ററിൻ്റെ കേസിൽ ഡിഫ്ലക്ഷൻ തീറ്റ എന്ന് പറയുന്ന NBA ബൈ K ഇൻറ്റു I ആണ്. N എന്ന് പറഞ്ഞാൽ ടേൺസ്, B മാഗ്നറ്റിക് ഫീൽഡ്, A ഏരിയ ആണ്. K എന്താ? K എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഈ രണ്ട് ഗാലനോമീറ്റേഴ്സിൻ്റെ കേസിലും സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് സെൻസിറ്റിവിറ്റി ആണ് ചെയ്യേണ്ടത്. കറണ്ട് സെൻസിറ്റിവിറ്റി ആണ് കാണേണ്ടത്. അതെന്താ? തീറ്റ ബൈ ഐ ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. തീറ്റ ബൈ ഐ എന്താ? NBA ബൈ K ആണ് നമുക്ക് കാണേണ്ടത്. സോ G1 ബൈ G2 എന്ന് പറയുന്നത് എന്തായിരിക്കും? N1 B1 A1 ബൈ N2 B2 A2. ഓക്കെ, അതെന്ന് പറയുമ്പോൾ എന്താ? 30 ഇൻറ്റു 3.6 ഇൻറ്റു 10 പവർ -3 ഇൻറ്റു 0.2 ബൈ 42 ഇൻറ്റു 1.8 ഇൻറ്റു 10 പവർ -3 ഇൻറ്റു 0.5. ഇത് 2, ഇത് 1/2, അത് രണ്ടും ക്യാൻസൽ ആവും.
ഇത് 5/7. 30/42 എന്ന് പറയുമ്പോൾ 5/7. സോ എ ഇസ് ദ കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ കറണ്ട് ഐ ഇസ് ഫ്ലോയിങ് ത്രൂ ദ ലൂപ്പ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്. ഈ ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്, ആണല്ലോ. സോ കറണ്ടിന്റെ ഡയറക്ഷൻ എന്താ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ എൻ്റെ ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ, കറണ്ട് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുവാണെങ്കിൽ, തമ്പ് വിൽ ഗീവ്സ് മീ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ ചെയ്യുമ്പോൾ തമ്പ് എങ്ങോട്ടാ? ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായിരിക്കും? ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പം ഓക്കെ, അപ്പം ഇൻ ടു ദ പ്ലെയിൻ. സോ എ ആയിരിക്കാം അല്ലെങ്കിൽ ഡി ആയിരിക്കാം. നമുക്കറിയാം, ഒരു സർക്കുലർ ലൂപ്പിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആണെങ്കിൽ, ഇതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ, ഈ സെൻട്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആയിരിക്കും? μ0I/2r ആയിരിക്കും ഒരു ഫുൾ സർക്കിളിൻ്റെ സെൻട്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഈ ഒരു പാർട്ടുണ്ടോ? ഈ ഒരു പാർട്ട് കൊണ്ട് ഈ സെൻട്രലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് അറിയാമോ? എന്ന് പറയുന്നത് μ0I/2r. ആർ എന്ന് പറയുന്ന ഇതിൻ്റെ റേഡിയസ് ആണ്. പക്ഷെ ഇതൊരു ഫുൾ സർക്കിൾ അല്ലല്ലോ. ഫുൾ സർക്കിൾ അല്ല, 3/4 ഓഫ് എ സർക്കിളാണ്. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 3/4 പ്ലസ്. ഇനി നോക്കിയേ, ഈ ഒരു പോർഷൻ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? അഗെയിൻ ഫുൾ സർക്കിൾ കൊണ്ടുണ്ടാകുന്ന μ0I/2 ഇൻറ്റു റേഡിയസ് എത്ര? 2r. പക്ഷേ ഇത് ഫുൾ സർക്കിൾ അല്ല, 1/4 ഉള്ളൂ. സോ ഇൻറ്റു 1/4. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. ഇതെനിക്ക് ഞാൻ എന്താ ചെയ്യുക? μ0I/2r ഇൻറ്റു 4 ഒന്ന് കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും എനിക്ക്? 3 + 1/2 വരും അല്ലേ. അപ്പം μ0I/8r ഇൻറ്റു 7/2, അതായത് μ0I ഇൻറ്റു 7/16r. ഓക്കെ, സോ ഡി വിൽ ബി ദ ആൻസർ. ഇൻറ്റു ദ പ്ലെയിൻ ആണ്. μ0I ഇൻറ്റു 7/16r ആണ് ആൻസർ. ചോദിച്ചേക്കുന്ന μ0I/r എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. എന്താണ്? 7/16. സോ ഡി വിൽ ബി ദ ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ കണക്ടഡ് ഇൻ 2 ഡിഫറെൻറ്റ് AC സർക്യൂട്ട്സ് വിത്ത് എ ബൾബ് ഗ്ലോയിങ് ഇൻ ഈച്ച് സർക്യൂട്ട്. ദ ബൾബ് ഗ്ലോസ് മോർ ബ്രൈറ്റ്ലി വെൻ. അതായത് ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ബൾബുണ്ട്. ഓക്കെ, ഒരു സർക്യൂട്ടിൽ. വേറെ സർക്യൂട്ടിൽ എന്താ? ഇൻഡക്ടറാണ്, അതിൻ്റെ കൂടെ ഒരു ബൾബുണ്ട്. ഓക്കെ, ചോദിച്ചിരിക്കുന്ന ഇതിൽ കൂടെ ഈ ബൾബ് എപ്പോഴാണ് ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നത്? അതാണ് ചോദിച്ചേക്കുന്നത്. ഈ 4 കേസിൽ എപ്പോഴാണ് ഈ ബൾബ് ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നത്? നമുക്ക് ഈ ബൾബ് ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? കറണ്ട് പാസ് ചെയ്യുന്ന കൂടുതലായാൽ മതി അല്ലെ. ഒരുപാട് കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ബൾബ് എന്തായാലും നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും ഗ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫസ്റ്റ് കേസിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? ടോട്ടൽ ഇംപെഡൻസ് എത്ര? R + 1/jωc അല്ലേ. സെക്കൻഡ് കേസിലോ ഇൻഡക്ടർ കണക്ട് ചെയ്തപ്പം ടോട്ടൽ ഇംപെഡൻസ് എത്ര? R + jωL. ഈ R എന്ന് പറയുന്ന ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണ്. jωL എന്ന് പറയുന്ന ഇൻഡക്ടറിൻ്റെ ഇംപെഡൻസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനായിട്ട് നോക്കാം. ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ഇൻഡക്ടർ ഇൻക്രീസസ്. ഈ ഇൻഡക്ടറിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? L ഇൻക്രീസ് ആവുമല്ലോ. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പം എല്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും. എല്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഈ ടോട്ടൽ ഇംപെഡൻസ് കൂടുതൽ. ടോട്ടൽ ഇംപെഡൻസ് എത്ര? R + jωL. അപ്പോൾ ടോട്ടൽ ഇംപെഡൻസ് കൂടുന്നതിന് അർത്ഥം എന്താ? കറണ്ട് കുറയുവാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, കറണ്ട് കുറയുവാണ്. സെക്കൻഡ് നോക്കിയേ. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് ഇൻക്രീസ്ഡ്. കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്താ? ε0 AK/d. അപ്പം ഈ ഡി ആണ് അതിൻ്റെ സെപ്പറേഷൻ. ഇവരെന്താ പറയുക? ഡി ഇൻക്രീസ് ചെയ്യുക മീൻസ് എന്താ? ഈ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യുക അല്ലേ. കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പം ഈ ഇംപെഡൻസിന് എന്താ പറ്റുക? ടോട്ടൽ ഇംപെഡൻസിന് ഇവിടെ സി ഡിനോമിനേറ്ററില്ല. അപ്പോൾ കപ്പാസിറ്റൻസ് കുറയുമ്പം ഈ ടോട്ടൽ ഇംപെഡൻസിന് എന്ത് പറ്റും? അത് കൂടും അല്ലേ. ഈ വാല്യൂ കൂടും, അതുപോലെ തന്നെ ടോട്ടൽ വാല്യൂ കൂടും.
അങ്ങനെ ഇംപെഡൻസ് കൂടുമ്പോൾ എന്ത് പറ്റും? കറണ്ട് അഗെയിൻ കുറയും. സോ സെക്കൻഡും പറ്റത്തില്ല. തേർഡ് എന്താ? ആൻ അയൺ റോഡ് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ ഇൻഡക്ടർ. അയൺ റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എല്ലിൻ്റെ വാല്യൂ, സെൽഫ് ഇൻഡക്ടൻസിൻ്റെ വാല്യൂ കൂടും. സോ അപ്പോൾ എന്ത് പറ്റും? വീണ്ടും കറണ്ട് കുറയും. അതും പറ്റത്തില്ല. ഇനി ഏറ്റവും ലാസ്റ്റ് കേസ് നോക്കിയേ. എ ഡൈഇലക്ട്രിക് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ ഗ്യാപ്പ്. ഓക്കെ, അതായത് ഈ കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് വെക്കും. ഈ ഡൈഇലക്ട്രിക് വെക്കുമ്പോൾ എന്ത് പറ്റും? കപ്പാസിറ്റൻസിന് നമുക്കറിയാം കപ്പാസിറ്റൻസ് എത്ര? ε0 AK/D ആണ്. ഈ K എന്താണ്? ഡൈഇലക്ട്രിക്. അപ്പോൾ ഡൈഇലക്ട്രിക് വെക്കുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടും. ഓക്കെ, കൂടി. ഇനി നമുക്ക് ഈ ഇംപെഡൻസിലോട്ട് പോവാം. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടുമ്പം ഈ 1/j⍵c എന്ത് പറ്റും? അത് കുറയുമല്ലേ ചെയ്യുക, കാരണം സി ഡിനോമിനേറ്ററില്ല. സോ 1/j⍵c കുറയും. സോ ടോട്ടൽ ഇംപെഡൻസ് കുറയും. സോ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഇംപെഡൻസ് കുറയുക മീൻസ് എന്താ പറയുക? ഇംപെഡൻസ് കുറയുമ്പോൾ കറണ്ട് കൂടും. ഓക്കെ, സോ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഈ ബൾബ് ഗ്ലോ ചെയ്യും മോർ ബ്രൈറ്റ് ആയിട്ട്. സോ ഏതാ ആൻസർ? ഡി ആണ് ആൻസർ അല്ലേ? സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പ്യൂർ ഇൻഡക്ടർ ഓഫ് 318 millihenry ആൻഡ് പ്യൂർ റെസിസ്റ്റൻസ് ഓഫ് 75 ohm ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു എ AC സോഴ്സ് ഓഫ് 50 Hz. അതായത് ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരു AC സോഴ്സിന് അക്രോസ് കണക്ട് ചെയ്തേക്കാണ്. ഇതിൻ്റെ വാല്യൂ എത്ര? 75. ഇതിൻ്റെ വാല്യൂ എത്ര? 318 millihenry. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ദ വോൾട്ടേജ് അക്രോസ് 75 റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്ര? 150 വോൾട്ട് അല്ലേ? റെസിസ്റ്റൻസ് അക്രോസ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? 75 ohm അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 വോൾട്ട് ആണ്. ദ സോഴ്സ് വോൾട്ടേജ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഈ റെസിസ്റ്റൻസ് ഒന്ന് കൺസിഡർ ചെയ്തേ. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 75 ആണ്. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 150 ആണ്. അപ്പോൾ അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? I is equal to V/R. അതായത് 150/75 2 ആംപിയർ ആയിരിക്കും ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. ഓക്കെ, സോ ഇതിന് അക്രോസ് ഉള്ള ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും? ഈ ഇൻഡക്ടറിനും ഈ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള ടോട്ടൽ വോൾട്ടേജ് എന്താ? I/Z അല്ലേ? I/Z. Z എന്താ ഇവിടെ? I/Z എന്ന് പറയുമ്പോൾ √R² + L⍵ the whole square. അതാണ് Z എന്ന് പറയുന്നത്, സർക്യൂട്ടിലെ ടോട്ടൽ Z. സോ ടോട്ടൽ ഇംപിഡൻസ്. സോ I നമുക്കറിയാം എത്ര? I എന്ന് പറഞ്ഞാൽ 2 ആണ്. √L അറിയാം, R അറിയാം 75² പ്ലസ് എല്ലിൻ്റെ വാല്യൂ എത്ര? 318 × 10⁻³ ഒമേഗയുടെ വാല്യൂ എത്ര? ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ് അല്ലേ? 2πf ആണ്. F 15 ആണ്. സോ ഇൻറ്റു 2π × 50 the whole square. ഇതാണ് എന്താ പറയുക ടോട്ടൽ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എത്ര കിട്ടുന്നുണ്ട് നോക്കിയേ. സോ ഇതിൻ്റെ വാല്യൂ 150 വോൾട്ടാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ എന്താ? ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് ആൻ at a point on an axis of a short electric dipole അല്ലേ at a distance x from the midpoint is directly proportional to. ഓക്കെ, ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എന്താ? Kp cos θ/r² ആണ് പൊട്ടൻഷ്യൽ അറ്റ് ദ. അപ്പോൾ ആക്സിസ് ആകുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ തീറ്റ ആയിരിക്കും അല്ലെങ്കിൽ 180 ആയിരിക്കും. എനിവേ K എന്ന് പറയുന്നത് 1/4πε0 ആണ്. സോ ഒരു ഇലക്ട്രിക് ഡൈപോൾ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Kp cos θ/r² ആണ്. സോ ഇതാ ക്യാൻസർ 1/x² ആണ് അല്ലേ? എക്സിൻ്റെ കേസിലൂടെ R മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 10th ക്വസ്റ്റ്യൻ എന്താ? 10th ക്വസ്റ്റ്യൻ പറയുന്നത് ലെറ്റ് F be the magnitude of force between two small spheres charged to a constant potential in free spaces F2 free space and F2 be the magnitude of force between them in the medium of dielectric K, then F1/F2. അതായത് രണ്ട് സ്പിയേഴ്സ് ഉണ്ട്, ചാർജ് സ്പിയേഴ്സ് ആണ്. ഇവ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F1 ആണ്. സോ ഇതിൻ്റെ ചാർജ് Q1 ഇതിൻ്റെ ചാർജ് Q2 ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R1 അസ്യൂം ചെയ്യുവാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? F1 എന്ന് പറയുന്നത് K 1/4πε0 Q1 Q2/R² ആയിരിക്കും.
ഇനി പറയുന്നത് എന്താ, ഒരു ഡയലക്ട്രിക് കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും, അതാണ് F2. F2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/4πε0 K ഇൻറ്റു Q1 Q2/R². സോ നമുക്ക് എന്ത് പറയാം, നമുക്ക് F2 എന്ന് പറയുന്നത് എന്താ, F1/K എന്ന് പറഞ്ഞൂടെ. F2 എന്ന് പറയുന്നത് F1/K എന്ന് പറയാം. ചോദിച്ചേക്കുന്ന F1/F2 ആണ്. സോ F1/F2 എന്ന് പറയുന്നത് K ആണ്. ബി ആണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഒരു ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ഉണ്ട്. ഇൻഫിനിറ്റി റെസിസ്റ്റൻസിൽ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ഇൻ എ റെസിസ്റ്റൻസ് ബോക്സ് ആസ്, അല്ലെ, ഒരു റെസിസ്റ്റൻസ് ബോക്സിൽ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ പ്ലേസ് ചെയ്യുന്നത്, വിത്ത് എ ഗ്യാപ്പ്, അല്ലേ. ഒരു ഗ്യാപ്പിൻ്റെ റെസിസ്റ്റൻസ് എന്താ, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസിന് അക്രോസ് നമ്മളൊരു ഗ്യാപ്പ് വരുവാണെങ്കിൽ സംഭവിക്കുക, അതിൻ്റെ അക്രോസ് ഒരു ഗ്യാപ്പ് വരും. ഒരു ഗ്യാപ്പ് വരുന്ന മീനിങ് എന്താ, അതിന് അക്രോസ് കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റത്തില്ല. സോ മാക്സിമം എന്താ പറയുക റെസിസ്റ്റൻസ് ആണ്, അതായത് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക, വിത്ത് ഗ്യാപ്പ്. ഒരു ഗ്യാപ്പ് വെച്ച് നമുക്ക് ഈ റെസിസ്റ്റൻസ് ബോക്സിൽ ആ കീ ഒന്ന് പൊക്കി എന്താ പറയുക അവിടെ റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഗ്യാപ്പ് വരും അവിടെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A battery of 15 volt and negligible internal resistance is connected across a 50 ohm resistor. The amount of energy dissipated as heat in the resistor in 1 minute. ഓക്കെ, ഒരു ബാറ്ററി എന്താ പറയുക, ഒരു റെസിസ്റ്റൻസ് അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റിൽ, അതായത് 60 സെക്കൻഡിൽ ഡിസിപ്പേറ്റ് ചെയ്ത ഹീറ്റാണ് കാണേണ്ടത്. നമുക്കറിയാം കറണ്ട് I പാസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് R ആണ്, ഇതിൻ്റെ വോൾട്ടേജ് 15 വോൾട്ട് ആണെങ്കിൽ ഈ ആറിൽ ജനറേറ്റ് ചെയ്ത പവർ എന്തായിരിക്കും, പവർ എന്ന് പറയുന്നത് I² ആയിരിക്കും, അല്ലേ. പവർ ഇസിക്കൽ ടു I²R. നമുക്ക് കാണേണ്ട എനർജിയാണ്. എനർജി എന്താണ്, എനർജി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈമാണ്. സോ എന്ത് പറയാം, I²R ഇൻറ്റു ടൈമാണ് എനർജി ഡിസിപ്പേറ്റഡ്. സോ I എന്താ, ഫ്ലോ ചെയ്യുന്ന കറണ്ട് I എന്താ, V/R, അതായത് 15/R. സോ ഐയുടെ കേസിൽ R എത്ര, R 50. So in case of I, 15/V/R, 15/50 the whole square into R 50 into time എത്ര, ടൈം 60 ആണ്. കാരണം എന്താ, 1 മിനിറ്റ് 60 സെക്കൻഡ്. സോ എന്ത് പറ്റും, സോ 15² into 60 ആയിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്. സോ എന്ത് പറ്റും, 15 into 15 6/5. സോ ആൻസർ എന്താ വരിക, സോ 270 ജൂൾ വരും, 270 ജൂൾ. ഓക്കെ, സോ ആൻസർ ബി ആണ് കറക്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്, ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് ഇസ് 1/√3 ടൈംസ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് 1/√3 ടൈംസ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിപ്പ് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിപ്പ് ആംഗിൾ എന്താ, ടാൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് ബൈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. ഓക്കെ, സോ വെർട്ടിക്കൽ കമ്പോണന്റ് എന്താ, നമുക്ക് എഴുതാം, ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു 1/√3 ഇൻറ്റു BH ഡിവൈഡ് ബൈ BH. സോ BH ക്യാൻസൽ ആവും. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/√3 ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും, തീറ്റ വിൽ ബി 30 ആയിരിക്കും, അല്ലേ. So next question. A long straight wire in the horizontal plane carries a current of 15 ampere in north to south direction. അപ്പം ഇത് നോർത്ത്, ഇത് സൗത്ത്. ഒരു ലോങ് സ്ട്രൈറ്റ് വയർ ആണ്, കറണ്ട് ഉണ്ട്, 15 ആംപിയർ ആണ്, നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ. സോ താഴോട്ടാണ് പോകുന്നത്, 15 ആംപിയർ ആണ് കറണ്ട്. ചോദിച്ചേക്കുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് 2.5 മീറ്റർ ഈസ്റ്റ്. ഈ ഒരു പോയിന്റ് P ഉണ്ട്, 2.5 മീറ്റർ ആണ് ഇവിടുന്ന് ഈ സ്ട്രൈറ്റ് വയറിൽ നിന്ന് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടത്. എന്താ ഇക്വേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് വയർ എന്താണ്, μ0/4π ഇൻറ്റു I/R ഇൻറ്റു 2, അല്ലേ. സോ ഇവിടെ എന്ത് പറയാം, μ0/4π എന്താ, 10⁻⁻7. സോ 10⁻⁻7 ഇൻറ്റു I എത്ര, I 15/R എത്ര,
2.5 അല്ലേ, 2.5 ഇൻറ്റു 2. സോ നമുക്ക് എന്ത് കിട്ടും? 15/6 ഇൻറ്റു 2. സോ 14 ഇൻറ്റു 10⁻⁻7 കിട്ടും. അതായത് 12 ഇൻറ്റു 10⁻⁻7 കിട്ടും. അതായത് 1.2 മൈക്രോ ടെസ്ല വരും. ഡയറക്ഷൻ എങ്ങനെ? നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. സോ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ എന്ത് വെക്കും? തമ്പ് വെക്കാം. സോ അപ്പോൾ പി പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരിക? അപ്പോർട്സ് അല്ലേ. പി പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വരുന്നത് അപ്പോർട്സ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. സോ എ ആണ് ആൻസർ അല്ലേ. അപ്പോർട്സ് മീൻസ് ഔട്ട് ഓഫ് ദ ബോർഡാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത്, ഡയറക്ഷൻ കിട്ടുന്നത്. സോ ആൻസർ എ ആയിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? The EMF induced in a 10 Henry inductor in which current changes from 11 to 2 ampere in 9 into 10⁻⁻1 seconds. എന്താ കാണണ്ട? ഇൻഡ്യൂസ്ഡ് EMF ആണ് കാണേണ്ടത്. ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ എന്താ? E = -L into di/dt അല്ലേ. di/dt ആണ്. അപ്പം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. എല്ലിൻ്റെ വാല്യൂ എത്ര? 10. di ചേഞ്ച് ഇൻ ഐ എത്ര? 11 to 2 ആണ്. സോ 9. ടൈം എത്ര? 9 into 10⁻⁻1 സെക്കൻഡ് ആണ്. സോ 9 ക്യാൻസലായി 100 വോൾട്ട് കിട്ടും. 10⁻2 വോൾട്ട് കിട്ടും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ ചാർജ് ക്യാപിറ്റൽ Q is placed at the center of the line joining two charges Q and Q. രണ്ട് ചാർജ് ഉണ്ട്, സ്മോൾ q ആൻഡ് സ്മോൾ q. മിഡിലിൽ സെൻട്രൽ പോയിന്റിൽ ഒരു ക്യാപിറ്റൽ Q ചാർജ് ഉണ്ട്. The system of the three charges will be in equilibrium. All the three charges will be in equilibrium. Then find the value of Q. ഈ Qന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ട. ഹോൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയം മീൻസ് എന്താ? നെറ്റ് ഫോഴ്സ് 0 ആണ്. സോ നമുക്ക് ഈ ഒരു ചാർജ് കൺസിഡർ ചെയ്യാം. ഓക്കെ, നോക്കൂ. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 2D ആയിട്ട് എടുത്തോ. ഇത് ഹാഫ് ഡി ടോട്ടൽ ഡിസ്റ്റൻസ് 2D ആയിട്ട് എടുത്തോ. ഈ ചാർജ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഈ ചാർജിലെ നെറ്റ് ഫോഴ്സ് നോക്കാം. ഓക്കെ, സോ ഞാൻ അസ്യൂം ചെയ്യുവാണ് ഇത് ഈ മൂന്നും പോസിറ്റീവ് ചാർജാണ്. അസ്യൂം ചെയ്യണം. ഓക്കെ, സോ ഈ ക്യൂവിൽ ഈ ക്യാപിറ്റൽ Q കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് എന്താ? K സ്മോൾ q ക്യാപിറ്റൽ Q ബൈ d². ഓക്കെ, ഈ Q ചാർജിൽ ഈ Q കൊണ്ടുണ്ടാകുന്ന ചാർജ് എന്താ? പ്ലസ് K Q² ബൈ 2D the whole square, that is 4D². അല്ലേ? രണ്ടും റിപ്പൾസീവ് ആണ്. ഞാൻ ആദ്യം എന്താ എടുത്ത? എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുത്തത്. അതുകൊണ്ട് എല്ലാം റിപ്പൾസീവ് ഫോഴ്സ് ആണ്. സോ ഇതാണ്. അപ്പം ഈ ഒരു Q ചാർജിൽ ആക്ട് ചെയ്ത ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ എന്താ പറയുന്നത്? ഇത് ഇക്വിലിബ്രിയത്തിലാണെന്നല്ലേ പറയുന്നത്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ദിസ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് എഴുതാം. എന്നാകുമ്പോൾ എന്ത് പറ്റും? ഈ d² ക്യാൻസൽ ചെയ്യാൻ എനിക്ക് K ക്യാൻസൽ ചെയ്യാം, ഒരു സ്മോൾ q ക്യാൻസൽ ചെയ്യാം. സോ എന്ത് കിട്ടും? ക്യാപിറ്റൽ Q പ്ലസ് സ്മോൾ q ബൈ 4 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 കിട്ടും. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് -q/4 കിട്ടും. ഓക്കെ, സോ -q/4. ഓക്കെ, ഞാൻ ആദ്യം എല്ലാം പ്ലസ് ആയിട്ടാണ് എടുത്തതെങ്കിലും പക്ഷെ അവസാനം എനിക്ക് ആൻസർ കിട്ടിയത് Q = -4/-q/4 ആണ്. ആദ്യത്തെ അസംഷൻ മാത്രമായിരുന്നു. ഓക്കെ, അടുത്ത 18 എന്താ? 18 ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ് ഫ്ലക്സ്? ഫ്ലക്സ് എന്ന് പറയുന്നത് E.dA ആണ് ഫ്ലക്സ്. സോ ആൻസർ സി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി 19th ക്വസ്റ്റ്യൻ നോക്കിയേ. In a potentiometer experiment, the balancing length will be in a cell is 120 cm. When the cell is shunted by 1 ohm resistance, the balancing length will be 40. The internal resistance of the cell എന്താ? ഇന്റേണൽ റെസിസ്റ്റൻസ് ഇക്വേഷൻ എന്തായിരുന്നു? R will be L1 minus L2 by L2 into R അല്ലേ, ക്യാപിറ്റൽ R. സോ ഈ R ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഈ L എന്താ? L എന്ന് പറയുന്നത് 120 അല്ലേ, ബാലൻസിങ് ലെങ്ത് 120 മൈനസ് L2 എന്താ?
ഷണ്ട് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് ലെങ്ത്, അതായത് 40. സോ ഡിവൈഡ് ബൈ 40 ഇൻറ്റു ആറ് ഷണ്ട് റെസിസ്റ്റൻസ് 1 ഓം. സോ 1. സോ എന്താ 80/40 എന്താ 2 ഇൻറ്റു 1, അതായത് 2 ഓം. 2 ഓം ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? An electron is projected with a velocity v along the axis of a current carrying long solenoid. Which one of the following statement is true? Okay, so ഒരു ലോങ് സോളിനോയിഡ് ഉണ്ട്, ഇതിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കറണ്ട് പാസ് ചെയ്യുമ്പം നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് വരുമല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എസ്പെഷ്യലി അതിൻ്റെ ഇൻസൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്താ ഡയറക്ഷൻ എന്ന ആക്സിയൽ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഓക്കെ, എന്താ പറയുന്നത്? ഓക്കെ, ഈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രോൺ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, വിത്ത് വെലോസിറ്റി വിയിൽ അതേ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രോൺ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി നോക്കാം. ദ പാത്ത് ഓഫ് ഇലക്ട്രോൺ വിൽ ബി എ സർക്കുലർ എബൌട്ട് ദ ആക്സിസ്. അല്ല, സർക്കുലർ പാത്ത് അല്ല. കാരണം നോക്കിയേ, ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലല്ലേ, അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, എഫ് ഫോഴ്സ്. എഫ് എന്താണ്? Q ഇൻറ്റു വി ക്രോസ് ബി അല്ലേ, ഇതാണ് ഫോഴ്സ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ഇതിൻ്റെ വെലോസിറ്റിയും, അതായത് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയും സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് 0. കാരണം വി ക്രോസ് ബി 0 ആണ്. കാരണം വി ബി സൈൻ തീറ്റ 0 ആണ്. സോ എഫ് 0 ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, സർക്കുലർ പാത്ത് ആയിരിക്കത്തില്ല. സെക്കൻഡ് എന്താ? ആക്സിലറേഷൻ ഉണ്ടാവുമോ? ആക്സിലറേഷൻ ഉണ്ടാവില്ല. ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് ആക്സിലറേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ബിയും ഇതാണ്, എയും സി തെറ്റാണ്. ഹെലിക്കലാണോ? അല്ല, ഹെലിക്കലും അല്ല. പിന്നെന്താ? ഓക്കെ, ദ ഇലക്ട്രോൺ വിൽ ബി കണ്ടിന്യൂ ടു മൂവ് ദ സെയിം വെലോസിറ്റി വി അലോങ് ദ ആക്സിസ് ഓഫ് സോളിനോയിഡ്. അതാണ് റൈറ്റ്. കാരണം എന്താ? ഫോഴ്സ് ഒന്നുമില്ല, ഒരു ഫോഴ്സ് ഒന്നുമില്ല. ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, സെയിം വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് ദ സ്പീഡ് v ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് b, v ഈസ് പെർപെൻഡിക്കുലർ ടു b. അത് വെലോസിറ്റി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡാണ്. ഇറ്റ്സ് ഹാഫ്, അതായത് വെലോസിറ്റി ഹാഫ് ആക്കി കഴിഞ്ഞാൽ ദെൻ ദ റേഡിയസ് ഓഫ് ദ പാത്ത്, ഈ പാത്തിന്റെ റേഡിയസ് എന്ത് സംഭവിക്കുന്നതാണ് കാണേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് പറ്റും? അതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയസ് എന്ന് പറയുന്നത് mv/qb ആണ്. ഓക്കെ, ഈ v എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഇവർ പറയുന്നത് സ്പീഡ് ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ ഹാഫ് ആകുവാണെങ്കിൽ റേഡിയസിന് എന്താ പറ്റുന്നത്? ഓക്കെ, ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ വെലോസിറ്റി ഹാഫ് ആകുവാണെങ്കിൽ റേഡിയസ് എന്താവും? റേഡിയസും ഹാഫ് ആവും. സോ ഇത് ആൻസർ ബി ആണ് ആൻസർ. ഓക്കെ, 22 നോക്കിയേ. എ മെറ്റൽ പ്ലേറ്റ് ഇസ് ഗെറ്റിംഗ് ഹീറ്റഡ്. ഒരു മെറ്റൽ പ്ലേറ്റ് ഹീറ്റ് ആവുകയാണ്. ഈ താഴെ പറയുന്ന ഏത് കേസാണ് റോങ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്ന് പറയണം? ഓക്കെ, ഫസ്റ്റ് കേസ് നോക്കിയേ. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ സ്പേസ് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് വേരി വിത്ത് ടൈം. അതായത് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുവാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ടൈം അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യില്ലെങ്കിൽ അതിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. ഫ്ലക്സ് ലിങ്കേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇ എം എഫ് 0 ആയിരിക്കും. കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് കറണ്ട് 0 ആണെങ്കിൽ അത് ഹീറ്റ് ആവത്തില്ലല്ലോ, ഹീറ്റ് ആവില്ല. സോ അതുകൊണ്ട് എന്താ പറയുക, ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. മീൻസ് അപ്പോൾ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കിയേ, എ ഡയറക്റ്റ് കേസ് ഇസ് പാസിംഗ് ത്രൂ ദ പ്ലേറ്റ്. കറണ്ട് പാസ് ചെയ്ത് എന്ത് പറ്റും? ഹീറ്റ് ആവും. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്ത് എന്ത് പറ്റും? സ്റ്റിൽ എന്ത് പറ്റും? ഹീറ്റ് ആവും. അതും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് പ്ലേസ് ഇൻ എ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് എന്ത് സംഭവിക്കും? ഇ എം എഫ് ചേഞ്ച് ചെയ്യും, ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, ഇ എം എഫ് ഇൻഡ്യൂസ് ആവും, കറണ്ട് വരും. കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റാ? അതും എന്താ പറയാ, ഹീറ്റ് ആവും. അപ്പൊ ഹീറ്റ് ആവാത്ത കേസ് എന്താ പറയാ? ഫസ്റ്റ് കേസിൽ മാത്രമേ ഉള്ളൂ ഹീറ്റ് ആവാത്ത കേസ്. സോ ചോദിച്ചേക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എ ആണ് ആൻസർ. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു എ സി സർക്യൂട്ട്, ഇതിന് എ സി സർക്യൂട്ട് അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് റിസൾട്ട് കറണ്ട്. വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റിസൾട്ടന്റ് കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ. ചോദിച്ചേക്കുന്ന ആവറേജ് പവർ ആണ്. ആവറേജ് പവർ എന്താ? ആവറേജ് പവർ എന്ന് പറയുമ്പം IRMS VRMS ഇൻറ്റു cos φ. അതാണ് ആവറേജ് പവർ. IRMS എന്താ? IM/√2 അല്ലേ. VRMS
വി മാക്സിമം ബൈ റൂട്ട് 2. ഓക്കെ, സോ ഈ കേസിൽ നോക്കാം. I0 ബൈ റൂട്ട് 2 V0 ബൈ റൂട്ട് 2. കോസ് ഫൈ എന്താ? ഫൈ ഇവിടെ എന്താ? പൈ ബൈ 2. ഇവിടെ 0, ഇവിടെ 5/2. സോ ഫൈ എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. കോസ് പൈ ബൈ 2 എന്താ? കോസ് പൈ ബൈ 2 എന്ന് പറയുന്നത് 0 ആണ്. സോ ആവറേജ് പവർ എന്താ? 0 ആണ്. ഓക്കെ, 24th ക്വസ്റ്റ്യൻ നോക്കിയേ. A speed acquired by a free electron when accelerated from rest through a potential difference of 100 volt. അതായത് ആദ്യം റെസ്റ്റിലാണ്, അവിടുന്ന് ഒരു 100 വോൾട്ട് ഉപയോഗിച്ച് ആക്സിലറേറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഉള്ള എന്താ പറയുക, സ്പീഡ് എത്ര കിട്ടിയതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? അത് അക്യൂർ ചെയ്യുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ, അതായത് Q × V ആയിരിക്കും അത് അക്യൂർ ചെയ്യുന്ന കൈനറ്റിക് എനർജി. ഓക്കെ, നമുക്ക് V അല്ലേ കാണേണ്ട? V എന്താ? 2qv/m, റൂട്ട് ഓഫ് 2qv/m. അതായത് റൂട്ട് ഓഫ് 2 × Q എന്താ? ചാർജ് എത്ര? 1.6 × 10⁻⁻90 × വോൾട്ട് എത്ര? വോൾട്ടേജ് 100 ഡിവൈഡ് ബൈ മാസ് എത്ര? 9.1 × 10⁻⁻31 അല്ലേ? ഇലക്ട്രോൺ അല്ലേ? ഇലക്ട്രോണിൻ്റെ മാസാണ് ഇത്. സോൾവ് ചെയ്ത് വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഏകദേശം എന്താ പറയുക, നമുക്ക് 6 × 6⁻10⁻6 ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഈ 25th ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഉണ്ട്, ഇതിൽ എന്തിനാണ് അഫക്റ്റ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കേസാണ് നോക്കാം നമുക്ക്. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഫോഴ്സ് ഉണ്ട്, അപ്പം അതല്ല ആൻസർ. എ മൂവിങ് ചാർജ്. ഒരു മൂവിങ് ചാർജ് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ ചെന്ന് സംഭവിക്കും, അതിലും ഒരു ഫോഴ്സ് ഉണ്ട്. എന്താ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു Q × V × B അല്ലേ? ഒരു മൂവിങ് ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എൻട്രി ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? Q × V × B ആണ് ഫോഴ്സ്. അപ്പോൾ മൂവിങ് ചാർജും അല്ല. സ്റ്റേഷനറി ചാർജ് ആണെങ്കിലോ? സ്റ്റേഷനറി ചാർജ് മീൻസ് എന്താ? വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആണെങ്കിൽ എന്ത് പറ്റും? ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നോട്ട് എഫക്റ്റഡ് ആണ് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ ചാർജിന്, സ്റ്റേഷനറി ചാർജിന് ഒരു എഫക്റ്റും ഉണ്ടാവത്തില്ല. സോ സി ആണ് ആൻസർ. സോ അടുത്ത ദിവസം നോക്കാം. 2 point charges plus 16Q and minus 16Q are located at x is equal to 0 and x is equal to L. ഓക്കെ, ഇത് x ആക്സും y ആക്സും എന്ന് വിചാരിച്ചോ. ഒരു ചാർജ് ഉണ്ട്, അതെവിടാ? ഒരു പ്ലസ് 16Q ചാർജ് 0-ലും ഒരു മൈനസ് 4Q ചാർജ് എവിടെ ആയിരിക്കുന്നത്? L-ലും. ഓക്കെ, ഇത്ര L ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് L0 ആയിരിക്കും ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. എന്താ ചോദിക്കുന്നത്? ദ ലൊക്കേഷൻ ഓഫ് ദ പോയിന്റ് ഓൺ x ആക്സിസ് അറ്റ് വിച്ച് ദ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് 0 അല്ലെ? ഈ x ആക്സിൽ ഏത് പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിന്റെ നടുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും 0 ആകത്തില്ല. കാരണം എന്താ? ഏതൊരു പോയിന്റ് എടുത്താലും ഈ പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്ന ഇലക്ട്രിക് ഫീൽഡ് ഏതാ? ഈ ഡയറക്ഷനിലും നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? അതും റൈറ്റ് വേർഡ് തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ഇതിന്റെ നടുക്ക് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് 0 ആകത്തില്ല. സോ നമുക്ക് അസ്യൂം ചെയ്യാം ഈ പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കുന്നത്. അതായത് ഈ -4Q ഡിസ്റ്റൻസ് L ആണെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഈ പോയിന്റിൽ P ആണ്. ഈ പോയിന്റിൽ Pയിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതിനർത്ഥം എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു 16Q ചാർജ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു -4Q ചാർജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അപ്പോൾ രണ്ടും ക്യാൻസൽ ആവും, 0 ആവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? K × 16Q ബൈ ടോട്ടൽ ലെങ്ത് എത്ര? L + x ദ ഹോൾ സ്ക്വയർ. ഇതാണല്ലോ 16Q ഉണ്ടാകുന്ന ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു K × 4Q ബൈ L² അല്ലേ? രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ക്യാൻസലായി, Q ക്യാൻസലായി. നമുക്ക് സ്ക്വയർ ചെയ്യാം, അല്ല റൂട്ട് എടുക്കാം. അപ്പം 4/L + x എന്ന് പറയുന്നത് 2/L ആണ്. സോ ക്യാൻസലായി. 2L എന്ന് പറയുന്നത് L + x ആണ്. L = x ആണ്. സോ എക്സിന്റെ ഈ ആക്ച്വലി ഇത് x ആയിരുന്നു കേട്ടോ, അല്ല നമ്മൾ എടുക്കുമ്പോൾ x എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടത്. ഓക്കെ, ഈ x നമുക്ക് എന്ത് കിട്ടി? അതായത് -4Q ന്ന് P വരെയുള്ള ഡിസ്റ്റൻസ് x ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എടുത്ത് ചെയ്തപ്പോൾ എനിക്ക് എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയത്? x = L ആയിട്ട് കിട്ടി. അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? the location of the phone
അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് സെൻറ്ററിൽ നിന്നാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇവിടം വരെ L, ഇവിടുന്ന് ഇവിടം വരെ L. സോ 2L ഡിസ്റ്റൻസിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നത്. D. ഓക്കെ, നമുക്ക് ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് എടുക്കണം, അങ്ങനെയാണ് 2L കിട്ടുന്നത്. ഓക്കെ, സോ ഇനി 27th ക്വസ്റ്റ്യൻ നോക്കിയേ. 27th ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ഡൈപോൾ ഉണ്ട് അല്ലേ, ഇലക്ട്രിക് ഡൈപോളിന് ഡൈപോൾ ഉണ്ട് തന്നിട്ടുണ്ട്. is kept in a uniform electric field of 10 power minus Newton Coulomb minus 1, experience a torque ഉണ്ട്. The angle which the dipole makes with the electric field. നമുക്കറിയാം എന്താ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ, PE sin θ ആണ് ടോർക്കിന്റെ ഇക്വേഷൻ അല്ലേ. P എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ്, E ഇലക്ട്രിക് ഫീൽഡ്, θ എന്ന് പറയുന്ന ആംഗിൾ. സോ ടോർക്ക് എത്ര ഉള്ള ഇവർ തന്നിട്ടുണ്ടല്ലോ, എത്ര ടോർക്ക് 2 × 10 power minus 8. 2 × 10 power minus 8 ആണ് ടോർക്ക്. നമുക്ക് എന്താ കണ്ട, നമുക്ക് ആംഗിളാണ് കണ്ട. അപ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും, സൈൻ തീറ്റ എന്ന് പറയുമ്പം 2 × 10 power minus 8 ബൈ ഡൈപോൾ മൊമെന്റ് എത്ര, 4 × 10 power minus 5 × ഇലക്ട്രിക് ഫീൽഡോ 10 power minus 3. സോ ഇത് ക്യാൻസൽ ആയിപ്പോവും. സൈൻ തീറ്റ എന്ന് പറയുന്നത് 1/2, തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 3 identical charges are placed on x axis from left to right with adjacent charges separated by distance d. ഓക്കെ, എക്സ് ആക്സിസിൽ 3 ചാർജ് ഉണ്ട്. ഇപ്പം നോക്കി, ഇത് 3 ചാർജാണെന്ന് വെച്ചോ. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണ്. ഇത് തമ്മിൽ d, ഈ 2 ചാർജ് തമ്മിൽ d. ഓക്കെ, ഞാൻ ചാർജിന്റെ പേര് എടുക്കുന്നത് ഐഡന്റിക്കൽ ചാർജാണ്. സോ Q, 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 3 Q ചാർജ് ഉണ്ട്, തമ്മിലുള്ള ഡിസ്റ്റൻസ് d. ചോദിച്ചേക്കുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഓൺ ചാർജ് ഫ്രം ഇസ് നിയറസ്റ്റ് നെയ്ബർ ചാർജ് ഇസ് Q. 2 ചാർജ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, F ആണ്. അപ്പോൾ ഈ 2 ചാർജ് തമ്മിൽ നോക്കിയാൽ എന്തായിരിക്കും ഫോഴ്സ്, K, Q1, Q2, അതായത് Q² ബൈ ഡിസ്റ്റൻസ് d². അതെന്ന് പറയുന്നത് എന്തായിരിക്കും, അത് നമ്മൾ F എന്ന് പറയുന്നത് അല്ലേ. 2 ചാർജ് നെയ്ബറിംഗ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് എന്താ കാണണ്ട, ലെറ്റ് I be the യൂണിറ്റ് വെക്ടർ ആണ്. ദ നെറ്റ് ഫോഴ്സ് ഓൺ ഈച്ച് ചാർജ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഓരോ ചാർജിലുമുള്ള നെറ്റ് ഫോഴ്സ് കാണണം. ഓക്കെ, നമുക്കറിയാം സെൻട്രലുള്ള ചാർജിന്റെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. കാരണം ഈ ചാർജ് എന്ത് ചെയ്യും, ഇതിനെ റിപ്പൽ ചെയ്യും, ഈ ചാർജ് എന്ത് ചെയ്യും, ഇതിനെ റിപ്പൽ ചെയ്യും. അത് രണ്ടും ക്യാൻസൽ ആവും. സോ സെൻട്രൽ 0 ആണ്, സോ 0 ആണ്. സോ ഇത് റോങ് ആണ്. ഇനി നമുക്ക് ലെഫ്റ്റ് ചാർജിൽ നോക്കാം. ലെഫ്റ്റ് ചാർജിൽ ഫോഴ്സ് എന്താ, ഈ ചാർജ് ഉണ്ട്, ഈ Q ചാർജ്, മിഡിലുള്ള Q ചാർജ് ഉണ്ടാകുന്ന ഫോഴ്സ് എത്ര, K Q² ബൈ d² അല്ലേ, പ്ലസ്. ഇനി റൈറ്റ് എൻഡിലുള്ള ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എന്താ, K Q² ബൈ ഡിസ്റ്റൻസ് എത്ര, 2d² ദാറ്റ് ഈസ് 4d². ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 5/4 4 + 1 5/4 KQ² ബൈ d². ഇതിന്റെ വാല്യൂ എന്താ, 5/4 F. ഓക്കെ, 5/4 F. കാരണം KQ² ബൈ d² തന്നെ F ആണ്. നോക്കിയേ, ഡയറക്ഷൻ എന്തായിരിക്കും, ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇത് രണ്ടും സെയിം അല്ലേ. സോ റിപ്പൽഷൻ ആയിരിക്കും. സോ ഇതായിരിക്കും ഡയറക്ഷൻ. സോ അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, -5/4 F എന്ന് എഴുതാം. സോ -5/4 F ഏതാ, സോ C ആണ് ആൻസർ. കറക്റ്റ്. ഓക്കെ, C ആണ്. നമുക്ക് ഇതിൽ ചെയ്ത് നോക്കിയാൽ മതി, സെയിം തന്നെ കിട്ടും, 5/4 F കിട്ടും, പക്ഷെ റൈറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും. സോ ദിസ് ഇസ് ദ ആൻസർ. സോ C is the answer. Okay, next question. Two students, A and B calculate the charge flowing through a circuit A, concludes that 300 coulomb of charge flows in 1 minute. B concludes that 3.125 × 10⁹ electrons flow in 1 second. If the current measure is 5 ampere, then the correct calculation done by. Okay, 2 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടി എന്താ, A എന്താ ചെയ്തത്, A കറണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെയാ ചെയ്തത്, ഫ്ലോയിങ് 300 coulomb ചാർജ് ഫ്ലോസ് ഇൻ 1 minute. അപ്പോൾ കറണ്ട് എത്ര ആയിരിക്കും, കറണ്ട് എന്ന് പറയുന്നത് Q/T ആണല്ലോ. എത്ര ചാർജ്, 300 coulomb. എത്ര ടൈം എടുത്തത്, 1 minute 60 seconds. സോ 5 ampere കിട്ടി. ഓക്കെ, ഫസ്റ്റ് കുട്ടിക്ക് 5 ampere കിട്ടി. സെക്കൻഡ് കുട്ടി എന്താ ചെയ്ത, B concludes that 3.125 × 10⁻19 electron flow in 1 second. അപ്പോൾ ആ സെക്കൻഡ് കുട്ടിയുടെ കറണ്ട് ഒന്ന് കണ്ടുപിടിച്ചാലോ, 3.129 × 10⁻19 electrons ആണ്. അപ്പോൾ ചാർജ് എത്ര ആയിരിക്കും, ചാർജ് എന്ന് പറയുന്നത് Q = NE ആണല്ലേ. അതായത് 3.125 × 10⁻
25 into 10 power 19 into 1.6 into 10 power minus 19 ആയിരിക്കും. ടൈം എന്താ 1 സെക്കൻഡ്. സോ ഇതും ക്യാൻസൽ ആവും. ഇത് എത്ര കിട്ടും? ഇതും 5 ആംപിയർ കിട്ടി. ഓക്കെ, സോ രണ്ട് കുട്ടികൾക്കും കിട്ടിയ കാൽക്കുലേറ്റ് ചെയ്ത കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. സോ അവർക്ക് രണ്ടുപേർക്കും കറണ്ട് 5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ രണ്ടുപേരുടെയും കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. സോ ബോത്ത് എ ആൻഡ് ബി അല്ലെ, രണ്ടുപേർക്കും കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. കാരണം രണ്ടുപേർക്ക് ആൻസർ 5 ആണ്, അവർക്ക് രണ്ടുപേർക്കും കിട്ടിയതും 5 എന്നാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ പെട്ടെന്നോ. The resistance of two wires having same length and same area of cross section are 2 ohm and 8 ohm respectively. If the resistivity of two wire is 2.65 10 power minus 8 ohm meter, then the resistivity of 8 ohm wire. നമുക്ക് എന്താ റെസിസ്റ്റൻസ് എന്താ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ബൈ എ ആണ്. ഓക്കെ, ഈ കേസിൽ എന്താ പറയുന്നത്? ലെങ്തും ബ്രെഡ്ത്തും രണ്ട് വയറിൻ്റെയും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ എന്താ പറയുന്നത്? റെസിസ്റ്റൻസ് എത്ര? 2 ആണ്. 2 ohm വരെ റെസിസ്റ്റിവിറ്റി എന്താ? 2.65 ഇൻറ്റു 10 പവർ മൈനസ് 8. സെക്കൻഡ് കേസിലെ റെസിസ്റ്റൻസ് എത്ര? 8. അതിൻ്റെ റെസിസ്റ്റിവിറ്റി ആണ് കാണേണ്ട എക്സ്. സോ എക്സ് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 2.625 ഇൻറ്റു 10 പവർ മൈനസ് 8 അല്ലേ? ഇത് പറയുമ്പോൾ 10.60 വരും. എ ആണ് ആൻസർ. ഓക്കെ, 31st ക്വസ്റ്റ്യൻ നോക്കാം. In a certain region, electric field E and magnetic field are perpendicular to each other. Okay, fine. Electron enters a region perpendicular to direction of both A and phi. Are moves undeflected. Okay, the speed of the electron. ഒരു ഇലക്ട്രോൺ ഒരു ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയ ഒരു ഫീൽഡ് എൻ്റർ ചെയ്യുവാണ്. അത് അൺഡിഫെക്റ്റഡ് ആണ്. അൺഡിഫെക്റ്റഡ് അതിന് അർത്ഥം എന്താ? രണ്ടും നെറ്റ് ചാർജ്, അതായത് നെറ്റ് ചാർജ് 0 ആകുമ്പോഴാണല്ലോ ഇത് അൺഡിഫെക്റ്റഡ് ആവുന്നത് അല്ലെ? അതിന് മാറ്റവും സംഭവിച്ചില്ല. അതിനർത്ഥം നെറ്റ് ചാർജ് അല്ല, നെറ്റ് ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ആ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ ബൈ ബി ആയിരിക്കും. സോ സി ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി 32 നോക്കാം. എ ടെസ്റ്റ് ചാർജ്, ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ട്, മൂവിങ് വിത്ത് വെലോസിറ്റി വി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി. ദ ഫോഴ്സ് ഓൺ ദ ടെസ്റ്റ് ചാർജ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സ് എന്താ? ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഓക്കെ, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. നമുക്ക് വി എന്താ? വി എന്ന് പറയുന്നത് 4i പ്ലസ് 3k ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് 3k പ്ലസ് 4i. ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്താ? 4i ക്രോസ് 3k എന്താ? മൈനസ് 12j പ്ലസ് 4i ക്രോസ് 4i 0. 3k ക്രോസ് 3k 0. 3k ക്രോസ് 4i എന്താ? പ്ലസ് 12j. സോ അതായത് 0 കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്താ? ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി നോക്കിയേ, ഇൻ എ സീരീസ് LCR സർക്യൂട്ട് അറ്റ് റെസണൻസ് ദ കറണ്ട്. നോക്കൂ, ഒരു LCR സർക്യൂട്ട് ഉണ്ട്, റെസണൻസിലാണ്. റെസണൻസിലാകുമ്പോൾ എന്താ സംഭവിക്കുക? റെസണൻസിലാകുമ്പോൾ എന്ത് പറ്റും? കറണ്ട് എന്ന് പറയുന്നത് V/R ആയിരിക്കും അല്ലേ? ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. എപ്പോഴാണ്? നമ്മുടെ റെസണൻസിൽ ടോട്ടൽ ഇംപെഡൻസ് ഓഫ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് മാത്രമാണ്. സോ അപ്പോൾ ആ സമയത്തുള്ള കാരണം എന്താ? V/R ആണ്. സോ എ ഇസ് ദ ആൻസർ. ഇനി നോക്കി, ദ ഫ്രീക്വൻസി ഓഫ് എസി സോഴ്സ് ഫോർ വിച്ച് 10 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആസ് എ റിയാക്ടൻസ് ഓഫ് 1000 ഓം. ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിൻ്റെ റിയാക്ടൻസ് തന്നിട്ടുണ്ട്. റിയാക്ടൻസ് എന്താ? 1/C ഒമേഗ ആണല്ലേ? 1/C ഒമേഗ 1000 ഓം ആണെന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്? ഫ്രീക്വൻസി കാണണം. സോ 1/C ഇൻറ്റു 2πf എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. സോ എഫ് എന്തായിരിക്കും? എഫ് എന്ന് പറയുന്നത് 1/C ഇൻറ്റു 2π ഇൻറ്റു 1000 അല്ലേ? സി എത്ര? 10 മൈക്രോഫാരഡ്. സോ 1/10 ഇൻറ്റു 10 പവർ മൈനസ് 6 ഇൻറ്റു 2π ഇൻറ്റു 1000. 1 2 3 4 1/10 പവർ മൈനസ് 2 ഇൻറ്റു 2π. സോ 100/2π, അതായത് 50/π. ഓക്കെ, സോ ആൻസർ സി ആണ് കിട്ടിയത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ.
റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താണ് 1/c ഒമേഗയാണ്. അതായത് 1/c × 2πf ആണ് 1000. ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് 35th ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ആണ് കാണേണ്ടത്. ഈ ഒരു പോർഷൻ നോക്കിയേ, ഇതും സെയിം അല്ലേ, സിമിലർ അല്ലേ? അപ്പം ഈ രണ്ട് കോമ്പിനേഷൻ, ഈ രണ്ട് പോർഷനും ആക്ച്വലി എന്താ പറയുക, സീരീസിലാണ്. അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ്റെ മാത്രം ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ ഈ പോയിന്റ്, ഈ പോയിന്റ് എ ആണല്ലേ ഇത് തന്നിട്ടുണ്ട്. ഈ പോയിന്റ് എ ആകുമ്പോൾ നോക്കിയേ, ഈ പോയിന്റും എ അല്ലേ? ഓക്കെ, ഞാൻ ഇതിനെ ബി എന്ന് വിളിച്ചു. ഇത് ബി ആണെങ്കിൽ ഇതുണ്ട്, ഈ പോയിന്റും ബി അല്ലേ? ഇന്ന് വരച്ച് നോക്കിയേ, ഈ ഫസ്റ്റ് കപ്പാസിറ്റർ എക്കും ബിക്കും എക്രോസ് ആണ്. സോ എ ഉണ്ട്, ബി ഉണ്ട്. ഈ സെക്കൻഡ് കപ്പാസിറ്ററോ എക്കും ബിക്കും എക്രോസ് ആണ്. സെക്കൻഡ് കപ്പാസിറ്ററും എക്കും ബിക്കും എക്രോസ് ആണ്. തേർഡ് കപ്പാസിറ്ററോ അതും എക്കും ബിക്കും എക്രോസ് ആണ്. ആക്ച്വലി ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, 3 കപ്പാസിറ്റർ ഇൻ പാരലൽ ആണ് ഇതിന്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് അല്ലെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും, 3C ആയിരിക്കും. അതുപോലെ തന്നെ ഇതും എന്തായിരിക്കും, 3C ആയിരിക്കും. ഇനി ഇത് രണ്ടും സീരീസ് അല്ലേ, അപ്പോൾ എന്തായിരിക്കും അതിന്റെ വാല്യൂ, 3C/2 C ആയിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗ്രാഫാണ്, ഒരു IV ഗ്രാഫാണ് തന്നേക്കുന്നത്. ഓഫ് എ കോപ്പർ വയർ ലെങ്ത് ആൻഡ് ഏരിയ. ലെങ്ത്തും ഒരു വയറുണ്ട്, കോപ്പർ വയറാണ്, അതിന്റെ ലെങ്ത് L ആണ്, ഏരിയ A ആണ്, അതിന്റെ I/V ഗ്രാഫാണ് തന്നേക്കുന്നത്. ദ സ്ലോപ്പ് ഓഫ് ദ കർവ് ബിക്കംസ്. ഓക്കെ, ഇതിന്റെ സ്ലോപ്പ് എന്താണ്, ഒരു IV ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് I/V ആണല്ലേ. നമുക്കറിയാം V/I എന്ന് പറയുന്നത് എന്തായിരിക്കും, R ആണ്. അപ്പൊ ഈ I/V, അതായത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/R ആണ്. അതായത് 1/ρ × L/A. അതാണ് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ബിക്കം ലെസ് ഇഫ് ദ ലെങ്ത് ഓഫ് ദ വയർ ഇസ് ഇൻക്രീസ്ഡ്. വയറിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ സ്ലോപ്പ് ലെസ് കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് എന്താ, A/ρL. ഈ ലെങ്ത് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഡിനോമിനേറ്ററിലല്ലേ, സ്ലോപ്പ് കുറയത്തില്ലേ, കുറയും. സോ ഫസ്റ്റ് ആൻസർ തന്നെ കറക്റ്റ് ആണ്. ബാക്കിയെല്ലാം ഒരു ആൻസറിലുള്ള റൈറ്റ്, അപ്പോൾ ഇതെല്ലാം റോങ് ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is applied across conductor T, the drift velocity electrons. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, ഡ്രിഫ്റ്റിന്റെ ഇക്വേഷൻ എന്താ, E/m × τ അല്ലേ ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി റിലേറ്റഡ് ടു വോൾട്ടേജ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് C ആയിരിക്കും. ഓക്കെ, ഇനി 38th ക്വസ്റ്റ്യൻ നോക്കിയേ. 2 identical thick wires and 2 identical thin wires. ഇത് രണ്ടും തിക്ക് വയർ, ഇത് രണ്ടും തിൻ വയർ. ഓക്കെ, ഐഡന്റിക്കൽ ആണ്. Of all same material, same length, form a square in 3 different ways, P, Q and R. അല്ലേ, ഈ രണ്ട് തിക്ക് വയറും രണ്ട് തിൻ വയറും കൂടെ ചേർത്ത് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയേക്കണം. ആക്ച്വലി 3 ഡിഫറെന്റ് കോമ്പിനേഷനാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഡ്യൂ ടു കറണ്ട് ഇൻ ദ ലൂപ്പ്, ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെന്റർ ഓഫ് ദ ലൂപ്പ് വിൽ ബി 0. ഓക്കെ, ഇതിലെ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കേസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുന്നത്, ഈ സെൻട്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുന്നത് ഏതൊക്കെ കേസിലാണെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കറിയാം, നോക്കി ഈ ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസിൽ കറണ്ട് ഇവിടെ വന്നാൽ ഈ രണ്ട് പാത്ത് നോക്കിയേ, രണ്ട് പാത്തിലും സെയിം റെസിസ്റ്റൻസാണ്. സോ രണ്ട് ഇതിലും കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും, I. ഓക്കെ, സോ നോക്ക് ഡയറക്ഷൻ എന്താ മാഗ്നറ്റിക് ഫീൽഡിന്റെ, നമുക്ക് ഈ തിക്ക് വയറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കാം. തമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇൻ ടു ദ ബോർഡാണ്. ഓക്കെ, ഇൻ ടു ദ ബോർഡാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഈ വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡോ, തമ്പ് ഡയറക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോർഡാണ്. സോ ആ രണ്ടും ക്യാൻസൽ ആവും അല്ലേ, രണ്ടും സെയിം വയറാണ്. സോ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഒന്നിന്റെ ഡയറക്ഷൻ ഇൻസൈഡും അടുത്തതിന്റെ ഡയറക്ഷൻ ഔട്ട്സൈഡും ആണ്. സോ അതുകൊണ്ട് എന്ത് പറ്റും, ആ രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇനി നോക്കി ആ കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് ഈ സ്മോൾ വയർസ് അല്ലെങ്കിൽ തിൻ വയർസിലും കയറുന്നുണ്ട്. ഈ വയറുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കാം. സോ അഗെയിൻ നമ്മൾ ഫിംഗർ തമ്പോടെ പോയിന്റ് ചെയ്തു, ഡയറക്ഷൻ എന്താ, ഔട്ട്സൈഡ് ആണ് അല്ലേ, ഔട്ട്സൈഡ്. ഓക്കെ, ഇനി ഈ ലൈനിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തോ, അഗെയിൻ തമ്പ് പ്ലേസ് ചെയ്തു, അത്
ഇൻസൈഡ് ആണ്, സോറി ഔട്ട് സൈഡ് ആണ്. സോ എന്ത് പറ്റും, എഗെയിൻ അത് രണ്ടും ക്യാൻസൽ ആവും. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പറ്റി, ക്യാൻസൽ ആയി. അപ്പോൾ സെൻറ്ററിൽ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ വാ. എഗെയിൻ ഈ തിക്ക് വയർ കൊണ്ടുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കാം. ഇൻസൈഡ് ആയിരിക്കും. ഓക്കെ, ഇൻസൈഡ് ആയിരിക്കും. ഈ വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡോ, നമുക്ക് ആ കറണ്ട് ഡയറക്ഷനിൽ തമ്പ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഇൻസൈഡ് ആണ്. സോ അതുകൊണ്ട് എന്താ പറ്റുക, അത് രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ല. അതുകൊണ്ട് ഈ കേസ് വരില്ല. തേർഡ് കേസിലോട്ട് വാ. കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, സെയിം കറണ്ട്, ഈ രണ്ട് വയറിലും സെയിം കറണ്ട്. ഡയറക്ഷൻ നോക്കാം. തമ്പ് കൊണ്ട് ഡയറക്ഷനിൽ വെക്കുക, ഇൻസൈഡ് കറണ്ട്. ഓക്കെ, ഇൻസൈഡ് ആണ് കറണ്ട് ഈ വയർ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇനി ഈ വയർ കൊണ്ട് ഉണ്ടാക്കുന്ന കറണ്ടാ, ഔട്ട് സൈഡ് ആണ്. സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇനി ഈ കറണ്ട് ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡോ, ഔട്ട് സൈഡ് ആണ്. ഇതുകൊണ്ടുണ്ടാക്കുന്നത് ഇൻസൈഡ് ആണ്. സോ ഈ രണ്ട് വയറുകൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ക്യാൻസൽ ആയി പോകും. സോ അഗെയിൻ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പറ്റും, 0 ആണ്. സോ ഏതാ ആൻസർ, പി ആൻഡ് ആർ ആണ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ബി അറ്റ് ദ സെന്റർ. ഓക്കെ, ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ ഉണ്ട്, സർക്കുലർ ആണ്, ഈ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സെന്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് എത്ര, B0 ആണ്. If the coil is rewound so as to have 3 turns and the same current is passed through it, the new magnetic field at the center. എന്താ ചെയ്യുന്ന, ഇതിനെ സെയിം 3 ടേൺ ആക്കി. 3 ടേൺ ആക്കുമ്പോൾ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. സെയിം കറണ്ട് ആണ്. നമുക്ക് ഒരു സർക്കുലർ വയറിൻ്റെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, μ0/2 × I/R ആണ്. ഇതിൻ്റെ വാല്യൂ എത്ര, B0 എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെന്താ ചെയ്തത്, ഇതിനെ 3 വയറാക്കി അല്ലെ, 3 ടേൺ ആക്കി. അപ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, 3 × μ0 I/2 R' ആയിരിക്കും അല്ലേ. കാരണം എന്താ, റേഡിയസ് കുറഞ്ഞില്ലേ, 3 ടേൺ ആകുമ്പോൾ എത്ര റേഡിയസ് ആവും, R/3 ആവും. സോ R' എന്ന് പറയുന്നത് എന്താണ്, R/3, μ0 I/2 × R/3 ആണ്. ഇതാണ് പുതിയ മാഗ്നറ്റിക് ഫീൽഡ് B0'. എത്ര വരും, 3 മേളിപ്പോൾ 9 μ0 I/2 R ആണ് പുതിയ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ എത്ര ആയിരിക്കും, 9 × B0 അല്ലേ. ഇത്രയും B0 അല്ലേ, ഇതാണ് B0. സോ 9 × B0 ആണ് ആൻസർ. ഇനി 40th ക്വസ്റ്റ്യൻ നോക്കിയേ. 40th ക്വസ്റ്റ്യൻ എന്താ പറയുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ട്രൂ. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആണ് ചോദിക്കുന്നത്. ദ ഇൻഡക്ടർ ആസ് ആൻ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഇൻ എ DC സർക്യൂട്ട്. അപ്പോൾ ഒരു ഇൻഡക്ടർ ഉണ്ട് ഒരു DC സർക്യൂട്ടിൽ, അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണെന്നാണ് പറയുന്നത്. ആണോ? റിയാക്റ്റൻസ് എന്താ, L⍵ ആണ് അല്ലേ. സോ L × 2πf ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ DC ആകുമ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം XL എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറയുമ്പോൾ എത്ര, അതൊരു ഷോർട്ട് സർക്യൂട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 0 റെസിസ്റ്റൻസ് ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്. സോ ഇത് റോങ് ആണ്. ഇൻഡക്ടർ ആൻഡ് എ കപ്പാസിറ്റൻസ് ബോത്ത് കനോട്ട് കണ്ടക്ട് ഇൻ എ DC സർക്യൂട്ട്. ഓക്കെ, നോക്കിയേ, ഞാനൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തേക്കുക. എന്തു പറ്റും, കുറച്ച് കഴിയുമ്പോൾ ആഫ്റ്റർ സ്റ്റഡി സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കും, ഈ കപ്പാസിറ്റർ ഫുള്ള് ചാർജ് ആവും. ഫുള്ള് ചാർജ് ആയിട്ട് ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ഇതിലേക്കൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും അല്ലേ, DC ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ ഇൻഡക്ടറിൽ ആ പ്രോബ്ലം ഉണ്ടോ, ഇല്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, കറണ്ട് പാസ് ചെയ്യും. അപ്പം DC കണക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച്, അതായത് സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്ററിൽ കറണ്ട് പാസ് ചെയ്യത്തില്ല, പക്ഷേ ഇൻഡക്ടറിൽ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഏതാ നോക്കിയേ, ഇൻഡക്ടർ ക്യാൻ കണ്ടക്ട് ഇൻ എ DC സർക്യൂട്ട് ബട്ട് നോട്ട് എ കപ്പാസിറ്റർ. ഇതാണ് കറക്റ്റ് ആൻസർ. കപ്പാസിറ്റർ ക്യാൻ കണ്ടക്ട് ഇൻ എ DC സർക്യൂട്ട് ബട്ട് ഇൻഡക്ടർ നോട്ട്. ഇത് റോങ് ആണ്, ഇതും റോങ് ആണ്. ഓക്കെ, സോ ആൻസർ D ആണ്. ഇനി 41st ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മാഗ്നറ്റിക് ഫ്ലക്സ് തന്നിട്ടുണ്ട് 5t² + 3t + 16. ഓക്കെ, ദ ഇൻഡ്യൂസ്ഡ് EMF അറ്റ് t = 5. അതാണ് കാണേണ്ടത്. എന്താണ് ഇൻഡ്യൂസ്ഡ് EMF, -d∅/dt ആണല്ലോ. d∅/dt ആണ് മാഗ്നിറ്റ്യൂഡ്. 5 തന്നിട്ടുണ്ട്. ഡെറിവേറ്റീവ് എടുക്കാം. എന്തായിരിക്കും, 5t² എന്തായിരിക്കും, 10t + 3 ആയിരിക്കും EMF. ടൈം എത്ര, 5. സോ 10 × 5 + 3 എന്ന് പറയുന്നത് എത്ര, 53 വോൾട്ട്. സോ എ ആയിരിക്കും ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
if a charge is moved against a Coulomb force of an electric field, then അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് കേട്ടോ, ഡയറക്ഷൻ എന്ന് വിചാരിച്ചോ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ചാർജ് മൂവ് ചെയ്യുവാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ചാർജ് മൂവ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലേ, അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു വർക്ക് ചെയ്യണം. സോ എന്താണ് ആൻസർ? വർക്ക് ഈസ് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചാർജ് ക്യൂ ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ഒരു സർക്കിൾ ഉണ്ട്, റേഡിയസ് ഉണ്ട്, ആർ ആണ്, സെന്ററിൽ ഒരു ക്യൂ ഇപ്പോൾ ക്യൂ ചാർജ് ഉണ്ട്. The work done in moving a test charge Q0 from point A to B opposite ends of diameter A. Okay, ഇതിപ്പോൾ ഡയമീറ്റർ എ ബി ആണെന്ന് വിചാരിച്ചു. ഒരു Q0 ചാർജിനെ എയിൽ നിന്ന് ബി വരെ കൊണ്ടുവരണം. ഓക്കെ, സോ ആസ് ടു കംപ്ലീറ്റ് എ സെമി സർക്കിൾ. അതായത് എയിൽ നിന്ന് ബി വരെ ഒരു ടെസ്റ്റ് ചാർജ് Q0നെ കൊണ്ടുവരണം. വർക്ക് ഡൺ ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ, വർക്ക് ഡൺ ആണ് ചോദിച്ചേക്കുന്നത്. സോ വർക്ക് ഡൺ എന്താ, ഇക്വേഷൻ എന്താ, വർക്ക് ഡൺ Q ഇൻറ്റു ഡെൽറ്റ വി, ഇതല്ലേ വർക്ക് ഡൺ, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഈ Q സെൻട്രലാണ്, അപ്പൊ ഈ സർക്കിളിന്റെ എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ എത്ര, സെയിം അല്ലേ? ഈ സർക്കിളിലെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എയിലെ പൊട്ടൻഷ്യലും ബിയിലെ പൊട്ടൻഷ്യലും സെയിം ആണ്, ഈ പാത്തിലുള്ള എല്ലാ പോയിന്റിലെ പൊട്ടൻഷ്യലും സെയിം ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എയിൽ നിന്ന് ബി വരെ കൊണ്ടുവരാനുള്ള പാത്തിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, കാരണം എന്താ, സെയിം പൊട്ടൻഷ്യൽ ആണ്. അതുകൊണ്ട് വർക്ക് ഡൺ എത്രയാണ്, Q ഇൻറ്റു 0 D ആണ് ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ലോങ് സോളിനോയിഡ് കാരിയിങ് കറന്റ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ബി അലോങ് ദ ആക്സിസ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ബൈ സോളിനോയിഡ് എന്താണ്, μ0 n ഇൻറ്റു I. ഓക്കെ, if the number of turns in solenoid is halved and current is doubled, the new magnetic field. പുതിയൊരു മാഗ്നറ്റിക് ഫീൽഡ് കാണണം, എന്താ ചെയ്ത, നമ്പർ ഓഫ് ടേൺസ് ഹാഫ് ആക്കി, സോ n/2 ആക്കി, കറണ്ട് എന്ത് ചെയ്ത്, ഡബിൾ ആക്കി, 2I ആയി. ഇപ്പൊ എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. ഈ 2 ക്യാൻസൽ, എന്താ മാഗ്നറ്റിക് ഫീൽഡ്, പുതിയ മാഗ്നറ്റിക് ഫീൽഡ് μ0 NIN അല്ലേ കിട്ടിയത്, അതായത് പഴയ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. സോ ബി ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി കുറച്ച് അസഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. 45th ക്വസ്റ്റ്യൻ നോക്കാം. എ ബാർ മാഗ്നറ്റ് എക്സ്പീരിയൻസ് എ ടോർക്ക് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ശരിയാണ്. ഒരു ബാർ മാഗ്നറ്റിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. സെക്കൻഡ് നോക്കാം. എ ബാർ മാഗ്നറ്റ് എക്സേർട്സ് എ ടോർക്ക് ഓൺ ഇറ്റ് സെൽഫ് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ, അത് തെറ്റാണ്. കാരണം അതൊരിക്കലും ഒരു എന്താ പറയുക ടോർക്ക് എക്സേർട്ട് ചെയ്യത്തില്ല. സോ അപ്പോൾ ഏതായിരിക്കും ആൻസർ, A is true, B is false, C ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഇൻ ആൻ LCR സർക്യൂട്ട് റെസൊണൻസ് ക്യാൻ ടേക്ക് പ്ലേസ്. റെസൊണൻസ് ടേക്ക് പ്ലേസ് ചെയ്യാം എപ്പോഴാണ്, അറ്റ് റെസൊണൻസ് XL ഈക്വൽ ടു XC അല്ലേ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈക്വൽ ടു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആകുമ്പോഴാണ് റെസൊണൻസ് ഉണ്ടാകുന്നത്. സോ എന്തായിരിക്കും ആൻസർ, A ആയിരിക്കും ആൻസർ. ഇനി 47 നോക്കേ. When a charged particle moves with a velocity v in a magnetic field perpendicular to B, the force on particle does not work. Okay, so whenever എന്താ ഒരു മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുവാണ്, വെലോസിറ്റി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബി ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും അല്ലേ, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റിയും ഫോഴ്സും ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും, വെലോസിറ്റിയും ഫോഴ്സും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് വർക്ക് ഒന്നും ചെയ്യണ്ട. സോ വർക്ക് ഡൺ 0 ആണ്. സോ ഇത് കറക്റ്റ് ആണ്. ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. ഇത് രണ്ടും കറക്റ്റ് ആണ്, കറക്റ്റ് റീസൺ ആണ്. സോ എ ഈസ് ദ ആൻസർ. ഓക്കെ, ഇനി 48 ക്വസ്റ്റ്യൻ പാ. Induced EMF in 2 coils made up of same length and same thickness. One is copper and another is aluminum. 2 വയറുണ്ട്, ഒന്ന് അലൂമിനിയം ആണ്, ഒന്ന് കോപ്പർ ആണ്, സെയിം ലെങ്ത് ആണ്, സെയിം തിക്നെസ് ആണ്. അതിൽ രണ്ടിലും എന്താ പറയുക, ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചോദിച്ചേക്കുന്നത് അവർ പറയുന്നത് കറണ്ട് ഇൻ കോപ്പർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് അലൂമിനിയം. അതായത് സെയിം ലെങ്ത് ആണ്, സെയിം എന്താ പറയുക തിക്നെസ് ആണ്. ദ കറണ്ട് എന്ന് പറയുന്നത് ഇൻ കോപ്പർ ഈസ് മോർ ദാൻ അലൂമിനിയം ആണ്. നമുക്ക് റെസിസ്റ്റിവിറ്റി നോക്കുമ്പോൾ, റെസിസ്റ്റിവിറ്റി കൺസിഡർ ചെയ്യുമ്പം കോപ്പറിനാണ് ലെസ് റെസിസ്റ്റിവിറ്റി. കോപ്പറിന് ലെസ് റെസിസ്റ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ കോപ്പറിൽ കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഇത് ട്രൂ ആണ്. അപ്പോൾ എന്താ, റെസിസ്റ്റൻസ് ഓഫ് അലൂമിനിയം കോയിൽ ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. കറക്റ്റ് ആണ്, കാരണം റെസിസ്റ്റിവിറ്റി എന്താ പറയുക അലൂമിനിയത്തിന് കൂടുതലാണ്, അതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. സോ ഈസ് ദ ആൻസർ. 49 എന്താ,
Transformer is used to increase or decrease AC current. True. Works on basis of mutual induction. Okay, വീണ്ടും ആൻസർ A N ആണ്. Okay, next question. Okay, two charge spheres A and B having the radius ratio 1:2 are connected together with a conducting wire. രണ്ട് സ്പിയർ ഉണ്ട് A and B. റേഡിയസ് എന്താ RA RB. ഇത് രണ്ടും കൂടെ വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ചോദിച്ചേക്കുന്ന റേഷ്യോ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഈ രണ്ട് സ്പിയർ കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ പൊട്ടൻഷ്യൽ ഈക്വൽ ആവും അല്ലേ? അപ്പൊ എയുടെ പൊട്ടൻഷ്യൽ ആയിരിക്കും ബിയുടെ പൊട്ടൻഷ്യൽ. സോ എന്തായിരിക്കും? KQA by RA will be equal to KQB by RB ആവും. KK ക്യാൻസൽ. Q എന്താ? Q എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഏരിയ എന്താ? പൈ 4 pi RA സ്ക്വയർ ബൈ RA. QB എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ 4 pi RB സ്ക്വയർ by RB. So RA 4 pi cancel, RA cancel. So sigma A by sigma B എന്ന് പറയുന്നത് RB by RA ആണ്. RB by RA എത്ര? B 2 അല്ലേ? RB by RA. So B ഓപ്ഷൻ. ഇനി 51st ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ഉണ്ട്. is suspended in a uniform magnetic field acting in the plane of the loop. So magnetic field ഉണ്ട്, direction ഉണ്ട്. If the force on 1 arm is F, then the net force on the remaining 3 arms ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് B ആണ് അല്ലെ? ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. നമുക്ക് ഈ രണ്ട് ആം കണ്ടു. ഈ രണ്ട് ആമിൽ ലെങ്ത് വെക്ടറും മാഗ്നിറ്റ്യൂഡ് വെക്ടറും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ L ക്രോസ് B 0 ആണ്. സോ ഈ ആമിലും ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഈ ആമിൽ നോക്കിയേ, സെയിം കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്, സെയിം മെറ്റീരിയൽ ആണ്. സോ ഈ ആം ഉണ്ടാകുന്ന ഫോഴ്സ് എന്താ? ഡയറക്ഷൻ എന്താ? ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇത് ലെങ്ത് ആണെങ്കിൽ ഇൻ ടു ദ ബോർഡ് ആയിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇനി ഈ ആമിൽ ഉണ്ടാകുന്ന ഡയറക്ഷനോ ഔട്ട് ഓഫ് ദ ബോർഡ് ആയിരിക്കും. രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ ഒന്ന് ഇൻ ടു ദ ബോർഡും ഒന്ന് ഔട്ട് ഓഫ് ദ ബോർഡ് ആയിരിക്കും. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവര് പറയുന്നു ഈ ഒരു ആമിൽ ഉണ്ടാകുന്നത് F ആണെങ്കിൽ അപ്പൊ ഈ ആമിൽ ഉണ്ടാകുന്നത് എന്തായിരിക്കും? -F ആയിരിക്കത്തില്ലേ? എന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നെറ്റ് നമുക്ക് 0 കിട്ടത്തുള്ളൂ. സോ D ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ ഈ ഒരു കേസ് സ്റ്റഡി നോക്കിയേ. ഈ ഒരു സർക്യൂട്ടാണ്. ഒരു സെല്ലുണ്ട്, E1 ഉണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് R1 ആണ്, E2 ഉണ്ട്, R2 ആണ്. എന്താ അവർ ചോദിച്ചേക്കുന്നത്? ഇക്വലന്റ് EMF ചോദിച്ചിട്ടുണ്ട്, ടെർമിനൽ B നെഗറ്റീവ് ആണെങ്കിൽ എന്താണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, കറണ്ട് ഇൻ സർക്യൂട്ട് ചോദിച്ചിട്ടുണ്ട്, ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് അസ്യൂം ചെയ്യാം ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. I കറണ്ടാണ് പാസ് ചെയ്യുന്നത്. നമുക്കൊന്ന് ക്രിച്ച്ഹോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ പറ്റുക? I1 R1 minus E1 minus E2 plus I1 R2 will be equal to 0. ഓക്കെ, സോ അപ്പോൾ കറണ്ട് I1 എന്ന് പറയുന്നത് എന്താണ്? E1 plus E2 by R1 plus R2 ആണ്. ഈ സർക്യൂട്ട് ഇന്റേണൽ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അത് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 54th ആൻസർ കിട്ടിയില്ലേ? കറണ്ട് ഇൻ ഇന്റേണൽ സർക്യൂട്ട് E1 plus E2 by R1 plus R2. ഇനി 4th ക്വസ്റ്റ്യൻ നോക്കിയേ. ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ എന്തായിരിക്കും? ഓക്കെ, ഇത് രണ്ടും പാരലൽ, R1 R2 പാരലലാണ്. അപ്പൊ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1 R2 by R1 plus R2 കിട്ടി. ഓക്കെ, ഇത് രണ്ടും കിട്ടി. ഇനി എന്താ ചോദിക്കുന്നത്? നമുക്ക് ഇതിന്റെ ഇക്വലന്റ് EMF അല്ലേ, EMF ഓഫ് ദ കോമ്പിനേഷൻ ചോദിക്കാം. അത് ഈ VB മൈനസ് VA ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് VB മൈനസ് VA ഒന്ന് നോക്കാം. എന്താ VB മൈനസ് VA? ഓക്കെ, സോ E1 മൈനസ് I1 ഇൻറ്റു R1 അല്ലേ? E1 മൈനസ്
പ്ലസ് മൈനസ് ആണല്ലേ, പ്ലസ് മൈനസ് ആണ്. സോ E1 മൈനസ് I1 ഇൻറ്റു R1 ആണ്. അതായത് എന്താ, E1 മൈനസ് E1 പ്ലസ് E2 ബൈ R1 പ്ലസ് R2 ഇൻറ്റു R1. E1 R1 പ്ലസ് E1 R2 മൈനസ് E1 R1 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2. E1 R1 അതായത് എന്ത് കിട്ടി, E1 R2 മൈനസ് E2 R1 ബൈ R1 പ്ലസ് R2. സോ സി കിട്ടിയില്ലേ, E1 R2 മൈനസ് E2 R1. ഓക്കെ, സോ ഇതാണ് ഇക്വലന്റ് EMF ഓഫ് ദ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്യുന്നത്, ഫോർ ബി ടു ബി നെഗറ്റീവ്. ഓക്കെ, നമുക്കിത് എന്താ കിട്ടിയത്, VBA ആണ് കിട്ടിയത് അല്ലേ, VBA ആണ് കിട്ടിയത്. അപ്പം ഈ വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ആവണമെങ്കിൽ എന്ത് പറ്റണം, ഇത് എന്താ പറയുക, E1 R2 മൈനസ് E2 R1 നെഗറ്റീവ് ആയാൽ മതി അല്ലേ, നെഗറ്റീവ് ആയാൽ മതി. അപ്പോൾ നോക്കിയേ, E1 R2 വിൽ ബി ഗ്രേറ്റർ ദാൻ E2 R1. E1 R2, സോ ബി ആണ് ആൻസർ. ഓക്കെ.